ഫിലിപ്പേട്ടാ നമസ്കാരം. നമസ്കാരം. ഹൈബി ഈഡൻ പറയുന്നത് BJP മുന്നോട്ട് വെക്കുന്ന ആശയം അതിപ്പോഴും മുനമ്പം ജനതക്ക് മനസ്സിലായിട്ടില്ല. യഥാർത്ഥത്തിൽ മുനമ്പം ജനത വിചാരിച്ച കാര്യങ്ങളൊന്നും BJP നടപ്പിലാക്കി കൊടുക്കില്ല എന്നുള്ള രീതിയിലേക്കാണ് ഹൈബി ഈഡൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ വാസ്തവം എന്താണ്? നമസ്കാരം. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞങ്ങൾ മുനമ്പം ജനത കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് രാജീവ് ചന്ദ്രശേഖർജിയുടെ പ്രചരണത്തിന് വേണ്ടി ഇവിടെ നിന്ന് പോയിരുന്നു. ആ സമയത്താണ് ഈ ദേശീയ ചാനൽ വന്ന് ഈ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്നതും. അതിൽ രാജീവ് ജിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അവർ എറണാകുളത്ത് വന്ന് ഷൂട്ട് ചെയ്തതാണ് ഈ ഹൈബി ഈഡൻ എന്ന് പറയുന്ന MP യോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ. അതിൽ സത്യത്തിൽ എനിക്ക് ഹൈബി ഈഡൻ്റെ റിപ്ലൈ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് കിരീടം സിനിമയിലെ ഹൈദ്രോസിന്റെ ക്യാരക്ടറാണ് ഓർമ്മ വന്നത്. കാരണം കുറച്ച് ആരെങ്കിലും കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് അദ്ദേഹം പുറത്തു വരും. അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, മുനമ്പം ജനത നന്ദി മോദിജി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രോഗ്രാം ഇവിടെ നടത്തുകയും ആ സമയത്ത് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി കിരൺ റിജിജു വന്ന് പറഞ്ഞു നിങ്ങളുടെ കാര്യങ്ങൾ 2 ആഴ്ചക്കുള്ളിൽ തീർത്തു തരുമെന്ന് പറഞ്ഞു. പക്ഷെ അത് ഇതുവരെയും നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഈ ഹൈദ്രോസ് ഈഡനോട് പറയാനുള്ള ഒരു കാര്യം, ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ അടിമത്തം, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഘടകകക്ഷികളോട് അടിമത്തം നിർത്തണം. അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ അടിമക്കണ്ണാണ്. ഈ അടിമക്കണ്ണിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, എന്തുകൊണ്ട് ഈ 2 ആഴ്ചക്കുള്ളിൽ ചട്ടങ്ങൾ വന്നില്ല? കാരണം അതിലൊരു ഏറ്റവും വ്യക്തമാണ്, ഞങ്ങളുടെ അതിനെതിരെ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. അതിൻ്റെ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഈ കേസ് ഇത്രയും നാൾ നീണ്ടുപോയത്. അല്ലാതെ BJPക്ക് ഇത് നടത്താൻ പറ്റാത്തതല്ല. അതിലുപരി അദ്ദേഹം ഹിജാബ് വിഷയത്തിന് പള്ളുരുത്തിയിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്പുറം സംരക്ഷകരായിട്ട് നിന്നിരുന്ന കുറച്ച് ബോഡി ഗാർഡിനെ പോലെ നിന്നിരുന്ന ആൾക്കാരുണ്ട്. അവരവിടെ അദ്ദേഹത്തിൻ്റെ ഹിജാബ് സംരക്ഷകരും മുനമ്പത്ത് അവർ വഖഫ് സംരക്ഷണ സമിതിയും വഖഫ് സംരക്ഷണ വേദിയുമാണ്. ഇവർ കൂടി സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ഈ 2 കാരണത്താലെയാണ് ഈ കേസ് ഇത്രയും നാൾ നീണ്ടുപോകുന്നത്. ഇത് പറയാനുള്ള ധൈര്യം അദ്ദേഹത്തിന് ഇല്ലാത്ത എന്താണ്? അതാണ് ഞാൻ പറഞ്ഞ, മുസ്ലിം ലീഗിന്റെ അടിമക്കണ്ണാണ് ഈ ഹൈദ്രോസ് ഈഡൻ. ഈ വക കാര്യങ്ങൾ ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ വരരുത്. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കാര്യങ്ങൾ എന്താണ് നടക്കുന്നതെന്നും ഞങ്ങൾ ഏത് രീതിയിലൂടെ പോകുന്നതെന്നും. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളത്. പിന്നെ അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട് FRCയുടെ സംരക്ഷകനായിട്ട് ഹൈബി ഈഡനെ ക്രിസ്തീയ സഭയ്ക്ക് ആവശ്യമുള്ള, ക്രിസ്തീയ സഭ എന്ന് പറഞ്ഞൊരു അത്യുന്നതങ്ങളിൽ നിൽക്കുന്ന ഒരു സഭയാണ്. അതിൻ്റെതായ ചൈതന്യമുള്ളതും ആത്മീയ നേതാക്കന്മാരുണ്ട്. അദ്ദേഹം ഈ FRCയുടെ കാര്യത്തിലൊന്നും ക്രിസ്തീയ സഭയുടെ രക്ഷകനായിട്ട് വരേണ്ട ആവശ്യമില്ല. എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ പേര് ഹൈബി ഈഡൻ എന്നാണ്, അല്ലാതെ ഹൈദ്രോസ് ഈഡൻ എന്നല്ല. ഞങ്ങളെ ഭരിക്കാനായിട്ടും മുനമ്പത്തുകാരുടെ കാര്യങ്ങളിൽ ഇടപെടാനായിട്ടും വരരുത്. മുനമ്പത്തുകാർക്കറിയാം ആരാണ് മുനമ്പത്തുകാരെ സംരക്ഷിച്ചതെന്നും അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഈ BJPയുടെ കൊടികൾ ഇങ്ങനെ പാറി നിൽക്കുന്നത്. ഈ മുസ്ലിം ലീഗിന്റെ അടിമക്കണ്ണിനോട് ആദ്യം പറയാനുള്ളൂ, തങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് പറയണം, ആ മുനമ്പത്തുകാർക്കെതിരെ കൊടുത്തിരിക്കുന്ന കേസ് ഒന്ന് പിൻവലിക്കാൻ പറ. അതിനുള്ള ധൈര്യം കാണിക്കുക. അവിടെയാണ് ഒരു MP ആകണത്. അല്ലാതെ ഈ വഴിയിൽ നിന്നുണ്ട് ഇല്ലാത്ത കാര്യം വിളിച്ചു പറയുമ്പോഴല്ല. അത് കാരണം മുസ്ലിം ലീഗിന്റെ അടിമക്കണ്ണെ പോയി മുസ്ലിം ലീഗിനോട് അവരുടെ വീട്ടിൽ ചെന്ന് ചോദിക്കുക, ഈ മുനമ്പത്തുകാർക്ക് എതിരെ കൊടുത്തിരിക്കുന്ന കേസ് ഒന്ന് പിൻവലിക്കാൻ പറ, എന്നിട്ട് സംസാരിക്കുക. അപ്പോൾ ഈ മുനമ്പൻ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യത്തെ ഘട്ടത്തിൽ ഇവിടെ എത്രയും പെട്ടെന്ന് ഈ വിഷയം പരിഹരിക്കുമെന്ന് പറഞ്ഞു വന്ന ഈ ഹൈബി ഈഡൻ, പിന്നെ അതിനുശേഷം ഒരു മലക്കം മറിയുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ ഈ ഒരു ഇസ്ലാമിക മതമൗലികവാദികളുടെ ഈ ഭീഷണിയുടെ പുറത്താണോ ഇങ്ങനെയൊരു സംഭവം പൂർണ്ണമായിട്ടുണ്ടായിരിക്കുന്നത്? അല്ലാതെ വേറെന്താണ്? മലക്കം മറിയണല്ല, നിന്നോടത്ത് നിന്നും മുള്ളയാണ് ഹൈബി ഈഡൻ. നിന്ന പരിസരം മുള്ളിയിട്ടാണ് അദ്ദേഹം പോകുന്നത്. കാരണം എന്താണ്? ഞങ്ങൾക്ക് ഈ മുനമ്പം സമരത്തിനെതിരെ നിൽക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗും ഉള്ള ജിഹാദി സംഘടനകളെല്ലാം കൂടിയാണ് ഞങ്ങൾക്കെതിരെ ഈ കേസിന് പോയിരിക്കുന്നത്. ഈ കേസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ചട്ടങ്ങൾ നീണ്ടുപോകുന്നത്. ഇത് ഇവന് പറയാനായിട്ട് ഈ പറയുന്ന ഹൈദ്രോസ് ഈഡനി എന്താണ് വാക്ക് വരാത്തത്? അത് കാരണം മുനമ്പത്തുകാരെ പഠിപ്പിക്കാനായിട്ടും മുനമ്പത്തുകാരെ ചിന്തിപ്പിക്കാനായിട്ടും ഹൈദ്രോസ് ഈഡൻ വരാൻ നിൽക്കണ്ട. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കാര്യം എങ്ങനെ ചെയ്യണമെന്ന്. ഈ മുനമ്പം സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ഒരു എൻഡ് എങ്ങനെയായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? മുനമ്പം സമരത്തിന്റെ എൻഡ് എന്ന് പറയുന്നത്, ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ സമ്പൂർണ്ണമായിട്ട് തിരിച്ചു കിട്ടുമ്പോൾ അവിടെ ആയിരിക്കും ഞങ്ങളുടെ എൻഡ്. അതിലുപരി ഞങ്ങളുടെ ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രയത്നം, ഇപ്പോൾ നമ്മുടെ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ദൈവാനുഗ്രഹത്താൽ കുറച്ച് MLA-മാർ ഈ വരുന്ന നിയമസഭയിലുണ്ടാവും. അതും ഞങ്ങളുടെ ഒരു അവസാനമായിരിക്കും. കാരണം ഞങ്ങൾക്ക് വേണ്ടി സംരക്ഷിക്കാനായിട്ട് 140 MLA-മാരിൽ ഒരുത്തൻ പോലും സംസാരിക്കാതിരുന്ന സമയത്ത് ഇനി വരുന്ന പുതിയ BJPയുടെ MLA-മാർ ഞങ്ങളുടെ കാര്യം ഹൃദയത്തിലെടുക്കും എന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിലും അവിടെയും ഞങ്ങളുടെ സമരത്തിന് ഒരു അവസാനമെന്ന് ഞങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ കേരളത്തിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമല്ലാതെ UDF-ന്റെയും LDF-ന്റെയും ഭാഗത്തുനിന്ന്, അതിലെ വ്യക്തികളുടെ ഭാഗത്തുനിന്ന് പോലും ഒരു പിന്തുണ നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ടുണ്ടായിട്ടില്ലേ?
ഒരിക്കലുമില്ല. ഞങ്ങൾക്ക് എന്തെന്നാണ് ഇവർ തന്നത്? ആരാണ് ഈ വഖഫ് നിയമം ഉണ്ടാക്കിയത്? ഏതൊരു വീടിന്റെ മുന്നിൽ നിന്ന് വഖഫ് 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 എന്ന് 3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട് സ്വന്തമാക്കുന്ന നിയമം ഉണ്ടാക്കിയത് ആരാണ്? ഈ ഹൈദ്രോസ് ഈഡൻ ഉൾപ്പെടുന്ന പാർട്ടിയാണ്, കോൺഗ്രസ് ആണ്. അതിലെ സെക്ഷൻ 40 ഇപ്പൊ എടുത്തു കളഞ്ഞതിന്റെ പേരിലാണ്, ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഞങ്ങളിപ്പോ ഇവിടെ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുന്നത്. ഞങ്ങൾക്കറിയാം മത്സ്യത്തൊഴിലാളികളാണെന്ന് ഓർത്ത് പൊട്ടന്മാരാണെന്നുള്ളൊരു ഇത് കാണിക്കരുത്. ഇപ്പോൾ ഈ നാളെ തിരഞ്ഞെടുപ്പാണല്ലോ സംസ്ഥാനത്ത്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഒരു വേളയിൽ ഇവിടെ പ്രധാന മുന്നണികളായിട്ടുള്ള LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികൾ ഈ മുനമ്പം ജനതയുടെ അടുത്തൊന്ന് വോട്ട് ചോദിക്കാനുള്ള ഒരു ധൈര്യം കാണിച്ചിരുന്നു? ഒരിക്കലുമില്ല. ഈ പരിസരത്തോട്ട് വന്നിട്ടില്ല. പറയുന്നുണ്ട്, ഇപ്പൊ ഇന്നലെ കോൺഗ്രസിന്റെ വണ്ടി വിളിച്ചു പറഞ്ഞു നടക്കുന്നുണ്ട്, 1 വർഷത്തിനുള്ളിൽ ഈ പ്രശ്നം തീർത്തു തരാൻ ഞങ്ങൾ അധികാരത്തിൽ വന്നാമെന്ന്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാരണം എന്തുകൊണ്ടാണ് അവർ 10 മിനിറ്റ് എന്ന് VD സതീശൻ പറഞ്ഞ ആൾക്കാർ ഇന്നലെ കോൺഗ്രസിന്റെ വണ്ടികൾ ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കോൺഗ്രസിന്റെ എല്ലാ വണ്ടികളും വിളിച്ചു പറഞ്ഞത് 1 വർഷത്തിനുള്ളിൽ. കാരണം ഇത് കോടതിയിലിരിക്കുന്ന ഒരു കേസാണ്. കോടതിയിലിരിക്കുന്നതിന് അതിൻ്റെതായ സമയമുണ്ട്. ആരാണ് ഈ കോടതിയിൽ ഈ കേസ് ഇട്ട് നീട്ടിക്കൊണ്ടുപോകുന്നത്? അതവർ പറയുന്നില്ല. അപ്പോ എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ ബഹുമാനപ്പെട്ട എറണാകുളം MP ഹൈദ്രോസ് ഈഡനോട് പറയാനുള്ളത്, ഞങ്ങളെ പഠിപ്പിക്കാനായിട്ടും ഞങ്ങൾ മനസ്സിലാക്കും എന്ന് കാലം വരണം, ആ കാര്യങ്ങളൊന്നും ഞങ്ങളോട് പറയണ്ട. ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ആ ഒരൊറ്റ കാരണത്താലാണ് താങ്കൾക്ക് ഈ വേളാങ്കണ്ണി മാതാവിന്റെ പള്ളി പരിസരത്ത് കാലുകുത്താൻ പറ്റാത്തത്. ഇപ്പോൾ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കുന്ന സമയത്ത് ഇപ്പോൾ മുനമ്പം ജനതയുടെ മാനസികാവസ്ഥ എങ്ങനെയാണ്? ഏത് മുന്നണിക്കൊപ്പം നിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? മുനമ്പം ജനത ഏത് മുന്നണിക്കൊപ്പമാണെന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവായിരുന്നു കഴിഞ്ഞ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ BJPയെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത്. അപ്പൊ മുനമ്പം ജനത എന്നും സ്വന്തം വീടിനെ കുറിച്ചും സ്വന്തം നാടിനെ കുറിച്ചും ഹൃദയത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവരെല്ലാവരും BJPക്കൊപ്പമായിരിക്കുള്ളൂ. സംശയമില്ല. ഇപ്പോൾ ഈ നേമത്ത് രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി വർക്ക് ചെയ്യാനായിട്ട് മുനമ്പം ജനത ചേർന്നടക്കമുള്ള ആളുകൾ പോയിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ ഹാപ്പിനെസ് എങ്ങനെയായിരുന്നു? പറഞ്ഞു തീർക്കാൻ പറ്റാത്തൊരു ഹാപ്പിനെസ്. കാരണം ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ട് പോയതല്ല, ഞങ്ങൾ ആരോടും പറഞ്ഞിട്ട് പോയതല്ല. ഞങ്ങൾ നേമത്ത് ചെന്നപ്പോൾ അദ്ദേഹം ഇംഗ്ലീഷിൽ പറഞ്ഞു, യു വാസ് ഷോക്ക്ഡ്. ഞങ്ങൾ രാവിലെ കണ്ടപ്പോൾ, പ്രത്യേകിച്ച് ഞങ്ങളുടെ മെമ്പറെ കണ്ടപ്പോൾ, നീയും ഇവിടെ വന്നാൽ ഞങ്ങൾക്ക് ഇത് നന്ദി സൂചകമായിട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ്. അത് ഒരു മത്സ്യത്തൊഴിലാളി കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ രക്ഷിച്ചവനോടുള്ള നന്ദി. ഇന്ന് എന്തുകൊണ്ട് അവന്റെ സ്വന്തം കിടപ്പാടത്ത് സമാധാനത്തോട് കിടന്നുറങ്ങണം, അവരോടുള്ളൊരു നന്ദി സൂചകമാണ്. ഞങ്ങൾ നേമത്ത് പോയി, ഞങ്ങള് തൃശ്ശൂർ പത്മചേച്ചിക്ക് വേണ്ടി പോയി, പാലയിൽ ഷോൺ ജിക്ക് വേണ്ടി പോയി, ജോർജ് കുര്യൻ സാറിന് വേണ്ടി പോയി. ഞങ്ങൾ പാലക്കാടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങളെല്ലാവരും അറിയുന്ന പോലെ ഞങ്ങളുടെ വണ്ടിയിൽ ഞങ്ങളുടെ ഒപ്പമുണ്ടായ ഒരു സഹോദരന് ഒരു ഹൃദയാഘാതം വരുന്ന കാരണം ഞങ്ങൾ ആ വണ്ടി തിരിച്ച് പോരേണ്ടി വന്നു. അല്ലെങ്കിൽ ഞങ്ങൾ ശോഭ ചേച്ചിക്ക് വേണ്ടി ഞങ്ങളെ കൊണ്ടാവുന്നു. കാരണം ഈ ഒരു ചെറിയൊരു കാലയളവിൽ ഞങ്ങൾക്ക് ആർക്കെല്ലാം പോയി സംസാരിക്കാൻ പറ്റും ആ രീതിയിൽ പോയതാണ്. അതിലുപരി ഞങ്ങളിവിടെ ഞങ്ങളുടെ പ്രിയ സ്ഥാനാർത്ഥി അനിത തോമസിന് വേണ്ടിയും പ്രവർത്തിക്കും. അപ്പം ഞങ്ങളൊരു 2 ദിവസം അനിത തോമസിന് വേണ്ടി പ്രവർത്തിക്കും. അതിനുശേഷം ഒരു ഗ്യാപ്പ് എടുത്തിട്ടാണ് ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പോയിരുന്നത്. അപ്പോൾ ഞങ്ങൾക്കത്, ഞാൻ പറഞ്ഞില്ലേ, നന്ദി സൂചകമായി നന്ദിയോടെ പോയതാണ്. അപ്പൊ ഇത് ഒരു മാറ്റത്തിന്റെ ഒരു സമയമാണെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ നിലവിലെ ഈ ഒരു അവസ്ഥ? മാറി തുടങ്ങി മാഷെ. ഞങ്ങള് അത്യാവശ്യം ഇപ്പൊ കേരളത്തിൽ ഒരു ചെറിയൊരു രീതിയിലൊരു കറക്കം കറങ്ങിയ ആൾക്കാരാണ്. അപ്പോൾ മാറ്റമുണ്ട്. ആ മാറ്റം ഈ വരുന്ന ഇലക്ഷനിൽ നമുക്ക് കാണാം. അത് തീർച്ചയായിട്ടും BJPയുടെ ഒരു വലിയൊരു ഉയർത്തെഴുന്നേൽപ്പായിരിക്കുള്ളൂ. 3ാമത്തെ ഒരു പാർട്ടി കേരളത്തിൽ ഉദയം ചെയ്യുന്ന ഒരു സമയമാണ് ഈ വരുന്നത്. ഈ മുനമ്പം ജനതയെ സപ്പോർട്ട് ചെയ്യുന്ന MLA-മാര് കുറച്ചെങ്കിലും നിയമസഭയിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും കുറച്ചെങ്കിലും അല്ല, അത്യാവശ്യം നല്ല രീതിയിലുണ്ടാവും. അപ്പോൾ അത് തന്നെ ഞങ്ങളുടെ സമരത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു വിജയമായിട്ട് ഞങ്ങൾ കാണും.